കരമന ജനിക്കലും നല്ലതായിട്ട് ഒരുക്കട പോണ വഴി ഒരു തലയിലോട്ട് പോകുന്ന വഴി കരമന ഭാഗത്തെത്തിയിട്ടുണ്ട്. വിഷുവിൻ്റെ നവംബർ 28-ാം തീയതിയാണ് അവസാന സമയം അറിയാതെ 3 മണി വരെ എടുക്കാം. വേണ്ടവർ എടുക്കുക, വേണ്ടാത്തവർ എടുക്കേണ്ട, നമ്മളാരും നിർബന്ധിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടിക്കറ്റിൻ്റെ ഇതാണ് തൂക്കിയിട്ടിരുന്നത്. 12 കോടിയാണ് ഇപ്രാവശ്യം. 300 രൂപയുള്ളൂ. 1 കോടി 1 കോടി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 എന്തായാലും 12 കോടി 3 സമ്മാനമല്ല കൊടുക്കുന്നത്. 1, 10, 5 എന്നൊക്കെ ഇടയിൽ കിടക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതാക്കണ്ടല്ല അറിയാവും. അപ്പോൾ എന്തായാലും ബമ്പറിൻ്റെ ആ ഒരു സമയം ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. വേണമെങ്കിൽ എടുക്കുക. എന്ന് പറഞ്ഞാൽ കോടിയൊക്കെ ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ നല്ല സോഷ്യലായിട്ട് വർക്കർമാരുണ്ട്. അവർക്കെല്ലാം ഈ പൈസ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആരെയും നിർബന്ധിക്കാത്തത്. ആവശ്യക്കാർ വേണമെങ്കിൽ എടുക്കുക. ഞാൻ തന്നെ മിനിഞ്ഞാന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ നടയിൽ ഒരു ലോട്ടറിക്കാരൻ നിൽക്കാൻ വെച്ചിരുന്നു ആചാര്യ. ഇപ്പോഴാണ് ഞാൻ കേട്ടപ്പോഴാണ് പറഞ്ഞത് 28-ാം തീയതിയാണ് അന്ന് 20ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ തീയതി ഇന്ന് 24 ആണ് തീയതി. അപ്പോൾ ഇനി 4 ദിവസം കൂടിയുണ്ട്. 300 രൂപയാണ് ടിക്കറ്റ് വില. അപ്പോൾ അത് എടുത്താൽ നമുക്ക് ചിലപ്പോൾ അത് അടിക്കും. അത് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ്, തേർഡ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക. പിന്നെ കുറേ സമ്മാനമൊക്കെ കാണുമല്ലോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അല്ലാതെ ചെറിയ റേഞ്ച് ഇതാണ്. ഓണത്തിനാണ് 25 കോടിയായിരുന്നത്. ഇത് 1 കോടി 10 ലക്ഷം 5 ലക്ഷമാണ് കേട്ടോ. 5 ലക്ഷം. രണ്ടാം സമ്മാനം 1 കോടി, മൂന്നാം സമ്മാനം 10 ലക്ഷം, 4ാം സമ്മാനം 5 ലക്ഷം. ആ കണക്കാണ് കേട്ടോ. 1 കോടി 2ാം സമ്മാനം, 3ാം സമ്മാനം 10 ലക്ഷം, 4ാം സമ്മാനം 5 ലക്ഷം. പിന്നെ ബാക്കി ഇതിനും കാണുമായിരിക്കും. എന്തായാലും അറിഞ്ഞൂടാ, ഒന്ന് നോക്കിയാലും അറിയാവും കേട്ടോ. 12 കോടി 1 കോടി സെക്കൻഡിന് 10 ലക്ഷം, 3ാമത്തെ സമ്മാനം, 4ാം സമ്മാനം 5 ലക്ഷം. കുറേ പോരെ. അപ്പം അങ്ങനെ തന്നെ 13, 15.5 ആയിരിക്കും. 13, 15 അതാണ് നമ്മളെ കണക്കല്ലേ. അതെ 13, 15 പൂവും 4 ഈ ഭാഗത്തുള്ള പൂക്കടയും അപ്പുറത്തും എല്ലാം ക്ഷേത്രങ്ങളിലൊക്കെ ഈ പൂ കൊടുത്തായിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. അതായിരിക്കും. എന്തായാലും വിഷു ബമ്പറിന് ഞാൻ ആരെയും നമ്മൾ പറയാറില്ലല്ലോ. വേണമെങ്കിൽ ചെയ്താൽ ഇപ്പോൾ എന്തായാലും തമിഴ്നാട്ടിലേക്ക് വെച്ചതാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പഠിക്കുന്ന മലങ്കര സ്കൂൾ ഓഫ് ഇതാക്കിയിട്ടുണ്ട്. CRS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ വലിയ എന്തായാലും കരമന ഭാഗം മഴയൊക്കെ ചെറുതായിട്ട് നടക്കണമല്ലോ. ഏതാണ്ട് ആ ഒരു ഇതായിട്ട് നിൽക്കുന്നത്. എന്തായാലും മാറ്റി കിട്ടുമല്ലോ. മറിയ കോളേജ് ഓഫ് ഇതെല്ലാം തമിഴ്നാട്ടിലെ വണ്ടികളുടെ വന്ന് അതവിടെ തന്നെ കിടക്കും. നാളെ രാവിലെ ആകുമ്പോൾ തിരിഞ്ഞ് ഇവിടെയുള്ള ഡ്രൈവറായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ കിടക്കും. തിരിച്ചെത്തല്ലേ പോകില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു മഴയുടെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. മാറി നിന്ന ഒരു ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ കരമന ഭാഗത്തുള്ള ഇന്നത്തെ ആ ഒരു വീഡിയോ അല്ലേ. ഇഷ്ടംപോലെ ആളുണ്ട്. ആൾക്കാരെല്ലാം അവിടെ വരെ കറങ്ങി.
എന്തായാലും മഴയൊക്കെ മാറ്റി കിട്ടിയ ഒരു ഇത് തന്നെയല്ലേ ആൾക്കാർ. എന്തായാലും ഇന്നൊരു പത്രത്തിൽ ഒരു കോടീശ്വരനെ കുറിച്ച് കൊടുത്തിരുന്നുണ്ട്. 12,000 കോടി ഡോളറാണ് അയാൾ വരുമാനം. ഒരു മാസം ഒരു വർഷത്തേക്ക് എന്തോ ആണ് അത് നോക്കിയാൽ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും കരമന ഭാഗമാണ് അവിടുത്തെ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിലെ ഉത്സവം എന്തോ അടുത്ത ആറായി കേട്ടോ. അത് അതിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നത്. അറിഞ്ഞില്ല, ഇത് നട തുറന്നില്ലെന്തോ. അപ്പുറത്ത് നട തുറക്കും ശരിയാം. ഇവിടെയും തുറക്കാറായി 4 മണിയാവും കേട്ടോ. തമിഴ് ആൾക്കാരെ കോവിലാണ് ഇതൊക്കെ അവരൊക്കെ നോക്കുന്നത്. ഭാഗത്തുള്ള ഈ ക്ഷേത്രങ്ങളൊക്കെ തമിഴ് അതിൻ്റെ പണ്ടാര കയ്യിലാണെന്ന് അറിഞ്ഞൂടെ അവർക്ക് അറിയാം. ഏതായാലും കരമന ഭാഗത്തുള്ള ഒരു കടകളും കാര്യങ്ങളാണ്. ഇതേപോലെ എല്ലാം ഉണ്ട് ഇവിടെ. ഇത് ഇല്ലാത്തൊന്നുമില്ല, എല്ലാ കടകളും ഉണ്ട് ഈ ഭാഗങ്ങളിൽ. മാർജിൻ ഫ്രീയൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ഒരു വീട്ടിൽ ആവശ്യമുള്ള നാട്ടിലോ ടൂറിസം കടത്തും ഡോക്ടേഴ്സും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. വീട് വരെ താമസിക്കാനൊക്കെ ഭയങ്കര കംഫർട്ടിങ്ങുള്ള ഏരിയകളാണ്. പിന്നെ വീടൊന്നും പെട്ടെന്ന് കിട്ടൂല, അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ആൾക്കാർ വരെ പൊതുവെ ഇപ്പം ആരും വീടൊന്നും വാടകയ്ക്കൊന്നും കൊടുത്തൊക്കെ നിർത്തി വെച്ചിരിക്കുകയില്ല. കാരണം വലിയ കുഴപ്പങ്ങൾ കാരണം ആൾക്കാരൊക്കെ ഫ്ലാറ്റൊക്കെയാണ് ആൾക്കാർ വാടകയ്ക്കായിട്ട് കൊടുക്കുന്നത്. ഒരു വലിയ ഫ്ലാറ്റ് വെച്ചിട്ട് അത് മൊത്തം വാടക കൊടുക്കും. അങ്ങനെ ആൾക്കാർ. എന്തായാലും ഹിറ്റാച്ചിയാണ് കൊണ്ട് പോകുന്നത്. സെക്കൻഡ് അത് വണ്ടിയുടെ പണിയുണ്ട്. തമിഴ്നാട്ടിലോട്ട് പോകണേ. ആ വണ്ടി കയറി ഒരാഴ്ച പോകും. അപ്പോൾ എന്തായാലും VKVയുടെ ഒരു ബസ് പറയുന്നത് VKV ട്രാവൽസ് എന്നൊക്കെ പറയുന്നതാണ്. തമിഴ്നാട് ദേശീയത്തിനാണ്. തമിഴ്നാട് 9025 ഇഷ്ടംപോലെ വാഹനങ്ങൾ. ഇവിടെ നിന്ന് നേരെ ഇവിടെ ബംഗളൂരിലോട്ട് പോകും. വൈകുന്നേരം 5 മണിയായിട്ട് തുടങ്ങണം. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇഷ്ടംപോലെ ആളാണ്. അത്രയേ ഉള്ളൂ. അത്ര ചെറിയ ഒരു കോളേജ്. എഞ്ചിനീയറിംഗൊക്കെ പഠിക്കും. ഭയങ്കര കോളേജുകളാണ് കണ്ടിട്ട്. ഏതെങ്കിലുമുള്ള BRS കോളേജ്, അതൊരു കോളേജ്. BRS ഹോസ്പിറ്റലിൽ താഴെയുണ്ട്. ഇനി അവർ തന്നെ അറിഞ്ഞത് എഞ്ചിനീയർ ആയിരുന്നു അതിൻ്റെ ആള്, BRSൻ്റെ ആള്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ BRS നേറ്റിങ്ങനെ കൊണ്ടുവച്ചാൽ ആരും അറിയില്ലല്ലോ. അപ്പോൾ അല്ല, BRS അവിടെ ഒരു കോളേജ് ഉണ്ടായിരുന്നു, നേഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നു. അല്ലാതെ ഇതൊക്കെയാണ് ഇന്നത്തെ ആ ഒരു ചെറിയൊരു വീഡിയോ. ഏതായാലും നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരു ക്ഷേത്രം കൂടിയുണ്ട്. അതിൻ്റെ ആ ഭാഗവും കൂടി കവർ ചെയ്യും. അപ്പോൾ ഇവിടെ ചപ്പാത്തി 4 രൂപയുള്ളൂ. കിഴങ്ങേറി 15, കടലക്കറി 15, ഗ്രീൻ പീസ് 15. നല്ല വില കുറവ് കേട്ടോ. ഉള്ളതിൽ വില കുറവ് കൂടെ. അടുത്ത 1 രൂപ കൂടി കുറവ് കൂട്ടി അവിടെ താഴെ ഒരു വളവിൽ വേണം 5 രൂപയ്ക്ക് ചപ്പാത്തി. എന്നാൽ വേറെ കടകളിലൊക്കെ ആണെങ്കിൽ 8, 10 രൂപയൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഈ ട്രഡീഷണൽ ആർട്ടിസ്റ്റ് ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞു കേരള സർക്കാരിൻ്റെ. അതെന്തിനാണെന്ന് പറഞ്ഞത് ട്രഡീഷണൽ ആർട്ടിസ്റ്റ് ആൻഡ്. ഇത് ഇവിടുത്തെ ചെറിയ ജ്വല്ലറി വർക്കിൻ്റെ ആൾക്കാരുണ്ട്. RJ എൻ്റർപ്രൈസസ് പാലായി എന്ന് പറയുന്ന
ശ്രീ ജനറൽ ആയുഷ് ക്ലിനിക് മഹേഷ് ശ്രീ ജനറൽ ക്ലിനിക്. എന്തായാലും ഈ ശ്രീ മുത്തുമാരി അമ്മ ദേവസ്ഥാനം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ മേളിലൊക്കെ രണ്ട് ലെവലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ക്ഷേത്രം. ഇവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഒരാളുണ്ട്, അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും ആൾക്കാരൊക്കെ. കൊച്ചി ഡെയിലി രാവിലെ 5:30 മണി തൊട്ട് വൈകുന്നേരം 5:30 മണിക്ക് തുറക്കും. 8:30 വരെയാണ്. രാവിലെ 10 മണി വരെ എന്താണെന്ന് തോന്നുന്നു. 10 മണി 9 മണി വരെ ഉള്ളൂ കേട്ടോ. അവിടെ നോക്കിയാൽ അറിയാവും. ഇപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള ക്ഷേത്രത്തിൻ്റെ കളറൊക്കെ അടിക്കുകയാണ് കേട്ടോ. അതുപോലെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ സ്വർണ്ണ കളറും അല്ലാത്ത മോഡൽ കളറൊക്കെ അടിക്കും. അപ്പോൾ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ കിടക്കുന്ന 2 ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അമ്മയും അച്ഛനെന്നാണ് പറയുന്നത്. അവർ ദേവനും ദേവിയും പോലെ പ്രതിഷ്ഠയിൽ വള ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മളെ മൂകാംബികയിലൊക്കെ കാണുന്ന പോലത്തെ വിഗ്രഹമില്ലേ, കൊണ്ട് പോകില്ലേ, അതേപോലത്തെ 2 വിഗ്രഹം അതിൻ്റെ ഫ്രണ്ടിൽ. അതിലാണ് പോറ്റി പൂജ ചെയ്യണത്. മറ്റേ കിടക്കുന്ന അതിലെന്തൊക്കെ മേളിലെ വളയൊക്കെ കെട്ടിയിട്ടിരിക്കും, അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ വന്ന് കണ്ടാലേ അറിയാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഉള്ള മൊത്തം ആ ചെറിയൊരു രീതി. അപ്പോൾ എന്തായാലും ഈ ക്ഷേത്രത്തിൽ നമ്മളെ പോറ്റിയെ കാണിച്ചില്ലെന്ന് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. എല്ലാം കാണിക്കും പിന്നെ കാണിക്കില്ല എന്ന് പറയാം. അപ്പോൾ പോറ്റിയെ എന്തായാലും ഞാൻ നോക്കട്ടെ, കിട്ടിയതിൽ നമുക്ക് പോറ്റിയെ നോക്കാം. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിലോട്ട് പോവേണം. പോറ്റി എന്തായാലും മഞ്ചരിക്ക് പോറ്റിയുടെ ബൈക്കാണ് ഇരിക്കുന്നത്. എന്തായാലും പോറ്റി ഉണ്ടാകും നോക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ചെറിയ കടയൊക്കെ വെച്ചോണ്ട് കാണാനില്ല. ഇവിടുത്തെ അവരെ കുറച്ച് റോഡൊക്കെ എടുത്തപ്പോൾ ഇങ്ങോട്ടായാണ്. ഇതാണ് പൂജ അവന്യൂ എന്നാണ് ഇവിടുത്തെ കല്യാണം ഉണ്ടായത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കാം കേട്ടോ. ഇത് നേരെ തളിയിലോട്ട് പോകുന്ന വഴിയാണ്. കരവണ്ണ സ്കൂളും തളിയിൽ അവിടെയൊക്കെ. എന്തായാലും ചിലവര് ഭാഗത്തു നിന്നുള്ള നമ്മളെ ആ ഒരു വീഡിയോ കാണാനില്ല. താഴെ തുറക്കുന്നേ ഉള്ള തോന്നുന്നു. എന്തായാലും നട തുറന്നിട്ടിട്ട് മറ്റേല് സൂമിങ് കുറവാണ്. അതുകൊണ്ട് പുത്തമ്പല വാങ്ങൽ മുത്തുമാരി അമ്മൻ ദേവസ്ഥാനം എന്നാണ് ഇരിക്കുന്നത്. മുത്തുമാരി അമ്മൻ എന്നാണ് കിട്ടുന്നത്. തമിഴ്നാട് വണ്ടിയെല്ലാം പോകും. അപ്പോൾ എന്തായാലും നമ്മൾ കരമന ക്ഷേത്രത്തിൻ്റെ ആ നടയിൽ അവിടെ തുറന്ന് വരണേ ഉള്ളൂ. അപ്പോൾ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം എന്നുള്ള ഒരു ഇതാണ്. എന്തായാലും എല്ലാവർക്കും നമ്മുടെ നല്ലൊരു ദിവസം ആശംസിക്കും. നമ്മളെല്ലാം ക്ഷേത്രങ്ങളിലോട്ട് വരുന്നതാണ്. മഴ മാറി നിന്നാൽ നമ്മൾ കറക്റ്റ് അവിടെ എത്തും. അതാണ് നമ്മൾ ആ ഒരു ടൈമിങ് എല്ലാം മാറ്റി നിർത്തിക്കും നമ്മൾ. അതാണ് അതിൻ്റെ മഴയെ നമ്മൾ മാറ്റും എന്ന് പറഞ്ഞ കേട്ടിട്ട്. മഴയെ തടുത്ത് നിർത്തും. പെയ്യുന്ന മഴയെ അവിടെ തടഞ്ഞു നിർത്തണം. അതാണ് എൻ്റെ കാര്യം. അപ്പം അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മഴ പെയ്താലല്ലേ പ്രശ്നം. ഞാൻ മഴയെ നിർത്തിക്കാന്ന് വിചാരിക്കും. അല്ല നടക്കണ്ടേ, ഒന്ന് ചുമ്മാ ഒന്ന് പറയണേ. അപ്പം അത്രയേ ഉള്ളൂ. ഇവിടെ തൊട്ടടുത്തൊരു കടയുണ്ട് വേണ്ട. ഭയങ്കര ആളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകാൻ വിചാരിക്കും. പിന്നെ ബ്ലോക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നും നോക്കാനില്ല, പോറ്റിയെ കാണാനില്ല. പോറ്റിയെ നോക്കി നോക്കി നടക്കാനില്ല. കോവിലിനകം കാണിക്കേണ്ടി വരുന്നതെന്ന് നോക്കാം. പോറ്റി കാണാനില്ല. പോറ്റി ഇല്ലെന്ന് തോന്നുന്നു. എവിടെയോ ആണല്ലോ. എന്തായാലും നമ്മൾ ഫ്രണ്ട് നടയിലാണ് എത്തിയിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ അകത്ത് ഗണപതി ബാക്കിൽ നാഗരാജ, അത് കഴിഞ്ഞ ഈ ഭാഗത്ത് മഠം വയ്ക്കാൻ പറ്റുള്ള പോറ്റി ഉണ്ട് കേട്ടോ. പോറ്റി
5:30 മണിയായി. കുറച്ച് വീതിയാണ് കേട്ടോ. കസേര കെട്ടിട്ടുണ്ട്. ഇത് നേരെ കാണുന്നതിന് ആ പോലീസ് സ്റ്റേഷന് വെളിയിൽ കൊണ്ടുപോകണം. ഉത്സവ സമയത്ത് പോയിട്ട് അത് കൊണ്ടുവരും. ആൾക്കാർ കയറി എടുക്കൊണ്ട് പോകും. കയ്യിൽ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. വിജയലക്ഷ്മി ശ്രീ തമ്പുരാണ്ട് ഉദരമാണ് ദേവി പ്രതിഷ്ഠ. ഇത്രയും കൂടെ മരുന്നാടില്ലേ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നാരങ്ങ വിളക്കിൻ്റെ എന്തായാലും പോറ്റിയെ കാണാനില്ല. പോറ്റി എന്തായാലും 6:30 മണിക്ക് 6:45 ഇവിടെ എല്ലായിടത്തും കൂടെ ലീവാണ്. 5:30 മണിക്ക് ഇവിടെയാണ് നമ്മളെ മറ്റേ പോറ്റി ഉണ്ടല്ലോ, അത് വന്ന് നോക്കണം. ഇവിടെ ഇത്രയേ ഉള്ളൂ.